അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹു അവൻ്റെ ഒരു ദാസന് നന്മ ഉദ്ദേശിച്ചാൽ ഈ ഭൗതിക ജീവിതത്തിൽ അവൻ്റെ ശിക്ഷ അള്ളാഹു വർദ്ധിപ്പിക്കും. നീ ഒരാളിൽ തിന്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ ചെയ്ത പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷ പരലോകത്തേക്ക് അള്ളാഹു പിടിച്ചു വയ്ക്കുകയും അവിടെ ഒന്നിച്ച് നൽകുകയും ചെയ്യും എന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ഒരു ജനതയെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ജനതയോട് നന്മ ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. ആ സന്ദർഭത്തിൽ വിപത്തുകൾ അവനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൽ ക്ഷമാവലംബിയായി സഹനത്തോടെ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിച്ചും തൃപ്തിപ്പെട്ടും അവൻ ഒതുങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു അവനിലും തൃപ്തിപ്പെടും. അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന കാഴ്ചപ്പാടിൽ അവൻ ആ വിധിയെ തൃപ്തിയോടെ നേരിടുകയും ആ പരീക്ഷണങ്ങളെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് എന്ന ബോധത്തോടെ നേരിടുകയും സമാധാനിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെയും ഇഷ്ടപ്പെടും. അതിനുള്ള പ്രതിഫലം അള്ളാഹു അവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഏതേത് വിപത്തുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോഴും ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.